100 ഡേയ്സിൻ്റെ ഡേ 90 കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ക്രഞ്ചസിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഡബിൾ ക്രോഷ് ചെയ്ത് പോകണമെന്ന്, ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ് ചെയ്ത് പോകണമെന്ന്. അപ്പോൾ ഞാനിതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 2 ഡബിൾ ക്രോഷ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതേ ഇവിടെ സ്ലിപ്പ് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ നാലാമത്തെ സ്റ്റിച്ചിലാട്ടോ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതെന്ത് ചെയ്യാം, ഇത് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേറെ ഓരോരോ സ്റ്റിച്ചിൽ കയറ്റിയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കേ. ഞാൻ ഇതാ ഇവിടെ നമ്മളെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് വലിച്ച് നോക്കാം. ഞാൻ നല്ല വലിയുന്ന മുടിക്കുടുക്കി കേട്ടോ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുടിക്കുടുക്കിൻ്റെ ബോർഡർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് നമ്മളെ മുടിക്കുടുക്കിമേലെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് കുടുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൽ കയറിയ ശേഷം ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. നമുക്ക് 2 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൂപ്പിനോട് നമ്മൾ മറ്റേ ലൂപ്പ് ഒന്ന് വലിച്ചെടുക്കാം. ഈ സ്റ്റിച്ച് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. വേറെ ലൂപ്പ് നമ്മൾ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സ്റ്റിച്ച് പോയിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കാം, നമ്മൾ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞാൻ ഇവിടെ എല്ലാ സ്റ്റിച്ചിലേക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹൂക്ക് കയറ്റിയതിന് ശേഷം ഒരു ലൂപ്പ് വലിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുടിക്കുടുക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കത്രിക വെച്ചൊന്ന് ഇതൊന്ന് വെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹൂക്കൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ഇത് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളിത് പോവാതെ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഈ 2 ലൂപ്പ് കൂടി കെട്ടി കൊടുത്തിട്ട് ഹൈഡ് ചെയ്താണ്. ഇതിൻ്റെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.